ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്ടേഴ്സിനെ പറ്റിയാണ്. ഓക്കെ, അപ്പം ഐഗൺ വാല്യൂസ് ഇങ്ങനെ ഒരു മെട്രിക്സ് 1 1 3 1 5 1 3 1 1 ഇങ്ങനെ ഒരു മെട്രിക്സ് എ തന്നിട്ടുണ്ട്. ആ മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂസ് ഐഗൺ വെക്ടേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഫോം ചെയ്യണം. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്തായിരുന്നു? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ് മോഡുലസ് ഓഫ് a minus lambda I equal to 0. അതാണ് അവിടുത്തെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് മോഡുലസ് ഓഫ് a minus lambda I equal to 0. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് മോഡുലസ് ഓഫ് lambda I equal to 0. അപ്പോൾ അത് വെച്ചിട്ട് മെട്രിക്സ് എ നമുക്കറിയാം 1 1 3 1 5 1 3 1 1 അതാണ് വാല്യൂസ്. അപ്പോൾ അതിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു a മൈനസ് ലാംഡ ആയി കണ്ടുപിടിക്കാൻ വേണ്ടി ഡയഗണൽ എലമെൻറ്റ്സിന് മാത്രം മൈനസ് ലാംഡ എന്നുള്ളൊരു ടേം ആഡ് ചെയ്താൽ മാത്രം മതി. ബാക്കിയുള്ള വാല്യൂസ് എല്ലാം അങ്ങനെ തന്നെ നിർത്തുക. സോ ഡിറ്റർമിനൻറ്റ് ഓഫ് a മൈനസ് ലാംഡ ഐ മോഡുലസ് ഓഫ് a മൈനസ് ലാംഡ ഐ എന്നുള്ള ഏത് ഫോമിൽ വരും? മോഡുലസ് ഓഫ് a മൈനസ് ലാംഡ ഐ ഈക്വൽ ടു മെട്രിക്സ് ഡിറ്റർമിനൻറ്റ് അപ്പോൾ a മൈനസ് ലാംഡ ഐ. അപ്പോൾ ഓരോ ഡയഗണൽ എലമെൻറ്റിന് മാത്രം മൈനസ് ലാംഡ ചേർക്കുക. 1 മൈനസ് ലാംഡ 1 അങ്ങനെ തന്നെ, ദെൻ 3, ദെൻ 1 5 മൈനസ് ലാംഡ, ദെൻ 1 3 1 1 മൈനസ് ലാംഡ. ഇതായിരിക്കും ഇവിടുത്തെ ഡിറ്റർമിനൻറ്റ് ഓഫ് a മൈനസ് ലാംഡ ഐ എന്ന് പറയുന്ന വാല്യൂ. ഇനി ഇത് ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഈക്വൽ ടു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഇതാണ്. ഇത് സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കിട്ടണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇനി ഈ ഡിറ്റർമിനൻ്റ് വാല്യൂ 3/3 ഡിറ്റർമിനൻ്റ് ആണ് അല്ലേ? ആ ഡിറ്റർമിനൻറ്റിൻ്റെ 3/3 ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണേ? ആദ്യം ഫസ്റ്റ് a11 എന്നുള്ള പ്ലേസിലുള്ള വാല്യൂ എടുക്കുക. 1 മൈനസ് ലാംഡ ഇൻറ്റു സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുക. 1 മൈനസ് ലാംഡ ഉൾപ്പെടുന്ന റോയും കോളും അവോയ്ഡ് ചെയ്തിട്ട് വരുന്ന മൈനർ നോക്കുക. അതായത് 5 മൈനസ് ലാംഡ 1 1 1 മൈനസ് ലാംഡ എന്ന മൈനർ നോക്കുക. ആ മൈനറിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ആ മൈനറിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതണം? 5 മൈനസ് ലാംഡ ഇൻറ്റു ദെൻ 1 മൈനസ് ലാംഡ ദെൻ മൈനസ് 1 ഇൻറ്റു 1 ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അല്ലേ? സോ 1 മൈനസ് ലാംഡ ഇൻറ്റു 5 മൈനസ് ലാംഡ ഇൻറ്റു 1 മൈനസ് ലാംഡ ദെൻ മൈനസ് 1 ഇൻറ്റു 1 ദറ്റ് ഈസ് 1. നെക്സ്റ്റ് ടേം എന്നത് മൈനസ് ആണ്. അടുത്ത ടേം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന് മുമ്പ് മൈനസ് ഇടണം. ദെൻ മൈനസ് ഓൾവേസ് മൈനസ് ആണത്. ദെൻ 1 ഇൻറ്റു ഇനി 1 എന്നുള്ള a12 എന്ന് പറഞ്ഞ പ്ലേസിലുള്ള വാല്യൂ അതിൻ്റെ അത് ഉൾപ്പെടുന്ന റോയും കോളും അവോയ്ഡ് ചെയ്തിട്ട് വരുന്ന മൈനർ നോക്കുക. ഏതൊക്കെയാണ് മൈനർ വരിക? 1 1 3 1 മൈനസ് ലാംഡ അല്ലേ? ആ മൈനറിൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കാം. 1 1 3 1 മൈനസ് ലാംഡ. അപ്പോൾ 1 ഇൻറ്റു 1 മൈനസ് ലാംഡ ആദ്യം ചെയ്യുക. ദാറ്റ് ഈസ് 1 മൈനസ് ലാംഡ ദെൻ മൈനസ് 3 ഇൻറ്റു 1 ദാറ്റ് ഈസ് 3. ഓക്കെ, നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് പ്ലസ്. അപ്പോൾ ആദ്യത്തെ ടേം പ്ലസ് ആയിരുന്നു, അതിന് മൈനസ് വേണം, പിന്നെ പ്ലസ് ടേമാണ് വേണ്ടത്. പ്ലസ് 3 ഇൻറ്റു 3 ഉൾപ്പെടുന്ന റോയും കോളും അവോയ്ഡ് ചെയ്യുക. അതായത് 3 വരുന്ന ഈ റോയും ഈ കോളും അവോയ്ഡ് ചെയ്തിട്ട് വരുന്ന മൈനർ നോക്കുക. അതായത് 1 5 മൈനസ് ലാംഡ 3 1 അല്ലേ? 1 5 മൈനസ് ലാംഡ 3 1 ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ നോക്കാം. അപ്പോൾ 1 ഇൻറ്റു 1 1 ദെൻ 1 മൈനസ് 3 ഇൻറ്റു 5 മൈനസ് ലാംഡ 3 ഇൻറ്റു 5 മൈനസ് ലാംഡ. ഓക്കെ, ദസ് ഈക്വൽ ടു 0 എന്നാണ് ഇതിൻ്റെ മീനിങ്. ഇനി ഇതിനെ ഒന്ന് സോൾവ് ചെയ്തെടുത്താൽ നമ്മുടെ റിക്വയർഡ് ആൻസർ അല്ല, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനായി. അതായത് ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമുക്ക് കിട്ടും. സോ ഇത് സോൾവ് ചെയ്താൽ 1 മൈനസ് ലാംഡ ഇൻറ്റു അപ്പോൾ ഔട്ടറിലുള്ള 1 മൈനസ് ലാംഡായി അവിടെ തന്നെ നിർത്തുക. ദെൻ 1 മൈനസ് ലാംഡ ഇൻറ്റു ഇതിനകത്ത് 5 മൈനസ് ലാംഡ ഇൻറ്റു 1 മൈനസ് ലാംഡ ചെയ്താൽ എങ്ങനെ വരും? 5 ഇൻറ്റു 5 ഓരോ ടേം ബൈ ടേം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5 മൈനസ് 5 ലാംഡ ദെൻ ലാംഡ മൈനസ് ലാംഡ ഇൻറ്റു 1 ലാംഡ മൈനസ് ലാംഡ ഇൻറ്റു മൈനസ് ലാംഡ പ്ലസ് ലാംഡ സ്ക്വയർ ദെൻ മൈനസ് 1. ഓക്കെ, ദെൻ മൈനസ് ഓഫ് ഇവിടെ 1 മൈനസ് ലാംഡ മൈനസ് 3 എന്നാണ്. ഈ 1 മൈനസ് 3 എന്ന് പറയുന്നത് -2. സോ -2 മൈനസ് ലാംഡ എന്ന് ഇതിനകത്ത് വരും. ഔട്ടറിൽ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് എഴുതുമ്പോഴത്തേക്കും ലാംഡ +2 എന്ന് എഴുതാമല്ലോ. ഇതിന് മൊത്തം
പ്ലസ് ലാംഡ പ്ലസ് 2. ഓക്കെ, ഇനി വേണം ബ്രാക്കറ്റിൽ എഴുതി. ദെൻ പ്ലസ് 3 ഇൻറ്റു ഇനി ഇതിനകത്ത് 1 മൈനസ് 3 ഇൻറ്റു 5 മൈനസ് ലാംഡ എന്ന്, അത് 1 മൈനസ് 3 ഇൻറ്റു 5 15 മൈനസ് 3 ഇൻറ്റു പ്ലസ് ലാംഡ മൈനസ് ലാംഡ പ്ലസ് 3 ലാംഡ എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. നെക്സ്റ്റ് ടേമിൽ ഞാൻ ഈ 1 മൈനസ് ലാംഡയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുവാണ്. ഇതിനകത്ത് 1 മൈനസ് ലാംഡ ഇൻറ്റു ഇതൊന്നും കൂടെ ചെറുതാക്കാം. ലാംഡ സ്ക്വയർ മൈനസ് 5 ലാംഡ ഉണ്ട്, മൈനസ് ലാംഡ ഉണ്ട്. ദാറ്റ് ഈസ് മൈനസ് 6 ലാംഡ വരും. 5 മൈനസ് 1 4 പ്ലസ് 4 വരും. ദെൻ പ്ലസ് ലാംഡ പ്ലസ് 2, ദെൻ പ്ലസ് 3 ഇൻറ്റു ഇവിടെ 3 ലാംഡ മൈനസ് 14 എന്ന് വരും. 3 ലാംഡ മൈനസ് 14 ഈക്വൽ ടു 0. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ 1 മൈനസ് ലാംഡ കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ദെൻ ഓരോ ടൈം ബൈ ടൈം ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ലാംഡ സ്ക്വയർ മൈനസ് 6 ലാംഡ പ്ലസ് 4. ഓക്കെ, ദെൻ ഈ മൈനസ് ലാംഡ കൊണ്ട് ഓരോ ടൈമിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ദാറ്റ് ഇസ് മൈനസ് ലാംഡ ക്യൂബ്, ദെൻ പ്ലസ് 6 ലാംഡ സ്ക്വയർ, ദെൻ മൈനസ് 4 ലാംഡ. ഓക്കെ, അപ്പം ഈ രണ്ട് ടൈം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ദെൻ പ്ലസ് ലാംഡ പ്ലസ് 2, ഇവിടെ ഉള്ള ലാംഡ പ്ലസ് 2. ഇനി 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പ്ലസ് 3 ഇൻറ്റു 3 9 ലാംഡ, ദെൻ മൈനസ് 14 ഇൻറ്റു 3. മൈനസ് 14 ഇൻറ്റു 3 എന്നത് 42 അല്ലേ, മൈനസ് 42 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 വരും. ദാറ്റ് ലൈക്ക് ടൈംസ് എല്ലാം ആഡ് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യാനുള്ള സബ്ട്രാക്ട് ചെയ്യുക. ആദ്യം ഒരു ലാംഡ ക്യൂബ് എടുക്കുക. ലാംഡ ക്യൂബിൻ്റെ വേറെ ടൈംസ് ഒന്നുമില്ല, സോ മൈനസ് ലാംഡ ക്യൂബിന് അങ്ങനെ തന്നെ നിർത്തി. പിന്നെ വരുന്നത് ഒരു ലാംഡ സ്ക്വയർ ടേംസ് ആണ്. നോക്കുക, ഇവിടെ ഒരു ലാംഡ സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു ലാംഡ സ്ക്വയർ ഉണ്ട്. ഓക്കെ, അപ്പോൾ 6 + 1 7 ലാംഡ സ്ക്വയർ പ്ലസ് 7 ലാംഡ സ്ക്വയർ. നെക്സ്റ്റ് നോക്കേണ്ടത് ലാംഡയുടെ ടൈംസ് ഏതൊക്കെയാണ്. ഇവിടെ ഒരു മൈനസ് 6 ലാംഡ ഉണ്ട്, ഇവിടെ ഒരു മൈനസ് 4 ലാംഡ ഉണ്ട്, ഇവിടെ ഒരു ലാംഡ ഉണ്ട്, ഇവിടെ ഒരു 9 ലാംഡ ഉണ്ട്. ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ മൈനസ് 6 ലാംഡ മൈനസ് 4 ലാംഡ, അപ്പം മൈനസ് 10 ലാംഡയായി. ദെൻ ഒരു പ്ലസ് ലാംഡ, അപ്പം മൈനസ് 9 ലാംഡയായി. മൈനസ് 9 ലാംഡ പ്ലസ് 9 ലാംഡ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പം ലാംഡയുടെ ടൈം അവിടെ ഇല്ല. 0 ലാംഡ. ദെൻ കോൺസ്റ്റൻറ്റ് ടൈംസ് ആണ് അടുത്തത്. ഇവിടെ 4 ഉണ്ട്, ദെൻ ഇവിടെ ഒരു 2 ഉണ്ട്. 4 + 2 6, ഇവിടെ ഒരു മൈനസ് 42 ഉണ്ട്. അപ്പോൾ 4 + 2 6, 6 മൈനസ് 42 വരും. 6 മൈനസ് 42 എന്ന് പറയുമ്പോൾ മൈനസ് 36. 6 മൈനസ് 42 മൈനസ് 36, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇനി ഈ ഇക്വേഷനിൽ ഞാൻ മൈനസ് ലാംഡ ക്യൂബിന് ഒരു നെഗറ്റീവാണ് വന്നേക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇക്വേഷൻ ഫുള്ളായിട്ട് തന്നെ ഇതിന് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ മൾട്ടിപ്ലൈയിങ് ഇക്വേഷൻ ദിസ് ഇക്വേഷൻ ബൈ -1, അത് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ വാല്യൂസിന് വ്യത്യാസം വരും. റൈറ്റ് സൈഡിൽ 0 ആണ് വന്നേക്കുന്നത്, അതുകൊണ്ട് വാല്യൂസിനൊന്നും വ്യത്യാസം വരുന്നില്ല. മൊത്തത്തിൽ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ ലാംഡ ക്യൂബ്, നെക്സ്റ്റ് ടേമിൽ പ്ലസ് എന്നത് മൈനസ് ആവും അല്ലേ, മൈനസ് 7 ലാംഡ സ്ക്വയർ, 0 ലാംഡ എഴുതുന്നില്ല. ദെൻ മൈനസ് 36 ആയിരുന്നു, അതിന് പ്ലസ് 36 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ലാംഡ ക്യൂബ് മൈനസ് 7 ലാംഡ സ്ക്വയർ പ്ലസ് 36 ഈക്വൽ ടു 0. ഇനി ഇതൊരു 3rd ഡിഗ്രി ഇക്വേഷനാണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് ഒന്നെങ്കിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം. ഇനി കാൽക്കുലേറ്റർ യൂസ് ചെയ്യാതെ അല്ലാതെ ചെയ്യാനാണെങ്കിൽ സിന്തറ്റിക് ഡിവിഷൻ മെത്തേഡ് ഉപയോഗിക്കണം. ഓക്കെ, സിന്തറ്റിക് ഡിവിഷൻ മെത്തേഡിൽ നമ്മൾ ആദ്യം അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ഫാക്ടർ ആദ്യം വേണമല്ലോ. ആദ്യം ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല വാല്യൂസ് ഇട്ട് കൊടുത്തു നോക്കുക. ഇപ്പോൾ ലാംഡയ്ക്ക് 1 കൊടുത്തു നോക്കുക, -1 കൊടുത്തു നോക്കുക, 2 കൊടുത്തു നോക്കുക. അപ്പോൾ ഒരു ഫാക്ടർ ആദ്യം അറിയണം. ആ ഫാക്ടർ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത രണ്ടാമത്തെ ഫാക്ടറിനെ സിന്തറ്റിക് ഡിവിഷൻ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വാല്യൂസ് കൊടുത്തു നോക്കുക. ലാംഡയ്ക്ക് ഇപ്പോൾ ഞാൻ 1 കൊടുത്തു നോക്കാമെന്ന് വെച്ചു. 1 കൊടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷൻസ് ഡിവൈഡ് ചെയ്ത് 0 വരുമെന്ന് നോക്കുക. അതിൻ്റെ റിമൈൻഡർ, അതായത് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ 1 വെച്ച്, ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് നോക്കാം. ലാംഡയ്ക്ക് 1 കൊടുത്തു കഴിഞ്ഞാൽ സാറ്റിസ്ഫൈഡ് ആണോ. 1 കൊടുത്താൽ പുട്ടിങ് ലാംഡ ഈക്വൽ ടു 1, ലാംഡ 1 കൊടുത്താൽ 1 ക്യൂബ് മൈനസ് 7 പ്ലസ് 36, ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആണോ. ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് അല്ല, കാരണം അപ്പോൾ ലാംഡ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ഇതിൻ്റെ റൂട്ടല്ല. ഇനി ലാംഡയ്ക്ക് ഞാൻ -1 കൊടുത്തു നോക്കാം, എനിക്ക് ലാംഡയ്ക്ക് 2 കൊടുത്തു നോക്കാം, ലാംഡയ്ക്ക് 3 കൊടുത്തു നോക്കാം. അങ്ങനെ 3-4 വാല്യൂസ് കൊടുത്തു നോക്കുമ്പോൾ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂ ഏതാണോ അതതിൻ്റെ റൂട്ടായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇതിൽ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ലാംഡ ഈക്വൽ ടു -2 എന്നുള്ള വാല്യൂ ഞാൻ കൊടുത്തു നോക്കിയാൽ ഇവിടെ
ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആയിട്ട് വരും. അപ്പോൾ ലാംഡ ഈക്വൽ ടു ലാംഡ -2 എന്ന് പറയുന്നത് ഇതിൻ്റെ ഫാക്ടറായിട്ട് വരും. ലാംഡ ഈക്വൽ ടു 2 കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് നോക്കാം. ലാംഡയുടെ വാല്യൂ 2 കൊടുത്തു നോക്കിയാൽ എങ്ങനെയാണെന്ന് നോക്കാം. ലാംഡയുടെ വാല്യൂ 2 കൊടുത്തു നോക്കിയാൽ പുട്ടിങ് ലാംഡ ഈക്വൽ ടു 2 കൊടുത്താൽ 2 ക്യൂബ് മൈനസ് 7 ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് 36. അതിൻ്റെ വാല്യൂ എത്രയാണ്? 2 ക്യൂബ് എന്നത് 2 4 8 അല്ലേ? 8 മൈനസ് 2 2s are 4 ഇൻറ്റു 7 28 പ്ലസ് 36. അപ്പോൾ ഇത് എത്ര വരും? 0 വരുമോ? ഇല്ല. അപ്പോൾ ലാംഡ ഈക്വൽ ടു 2 എന്ന് പറയുന്നത് ഒരു ഫാക്ടർ അല്ല. ലാംഡ ഈക്വൽ ടു ഇനി -2 ആണോ കൊടുക്കണമെങ്കിലോ ലാംഡ ഈക്വൽ ടു -2 കൊടുത്തു എന്ന് വയ്ക്കുക. ഓക്കെ, ലാംഡ ഈക്വൽ ടു -2 കൊടുത്താൽ ഈക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. -2 ഹോൾ ക്യൂബ് മൈനസ് 7 ഇൻറ്റു -2 ഹോൾ സ്ക്വയർ പ്ലസ് 36. ഇതിൻ്റെ വാല്യൂ നോക്കാം. -2 ഹോൾ ക്യൂബ് എന്ന് പറയുമ്പോഴത്തേക്കും -8 വരും അല്ലേ? -8 ദെൻ മൈനസ് ഇത് 4 ഇൻറ്റു 7 28 -28 വരും. ദെൻ പ്ലസ് 36. ഈ വാല്യൂ 0 വരുമോ? -8 -28 പ്ലസ് 36 അത് 0 വരും അല്ലേ? അപ്പോൾ ഇത് 0 വരുന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ലാംഡ ഈക്വൽ ടു 2 എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു റൂട്ടാണ്. അപ്പോൾ ലാംഡ ഈക്വൽ ടു -2 എന്ന് പറയുന്നത് ഇതിൻ്റെ റൂട്ടാണ്. 2 അല്ല, ലാംഡ ഈക്വൽ ടു -2 എന്ന് പറയുന്നത് -2 കൊടുത്തപ്പോഴാണ് ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആയത്. അപ്പോൾ ലാംഡ ഈക്വൽ ടു -2 എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു റൂട്ടാണ്. അപ്പോൾ ലാംഡ ഈക്വൽ ടു -2 എന്നത് റൂട്ട് ആയതുകൊണ്ട് ഈ ഇക്വേഷനെ നമുക്ക് -2 കൊണ്ട് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണെന്നാണ് അതിൻ്റെ മീനിങ്. -2 വെച്ച് സിന്തറ്റിക് ഡിവിഷൻ വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ നമുക്ക് രണ്ടാമത്തെ ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ലാംഡ ഈക്വൽ ടു -2 എന്നതാണ് ഇവിടെ നമുക്ക് റൂട്ടായിട്ട് കിട്ടിയേക്കുന്നത്. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? ലാംഡ ക്യൂബ് മൈനസ് 7 ലാംഡ സ്ക്വയർ പ്ലസ് 36 ഈക്വൽ ടു 0 എന്നതാണ് നമുക്ക് കിട്ടിയ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അപ്പോൾ ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഈ ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഐഗൺ വാല്യൂ എന്ന് പറയുന്നത്. അതായത് ലാംഡയുടെ വാല്യൂ ആണ് ഐഗൺ വാല്യൂ ആയിട്ട് വരുന്നത്. ഇനി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റേഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റനിൽ പറഞ്ഞാണ് അത് രണ്ടുമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ ഈ ലാംഡ വാല്യൂസ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത്. അപ്പം ആദ്യത്തെ ലാംഡ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഉപയോഗിച്ചിട്ട്, അതായത് പല വാല്യൂസ് ഇട്ട് കൊടുത്ത് നോക്കും ലാംഡയ്ക്ക് ഏത് വാല്യൂ ആണ് സ്യൂട്ട് ആവുന്നത്. അങ്ങനെ നമ്മൾ ചെയ്ത് നോക്കിയപ്പോൾ ലാംഡ ഈക്വൽ ടു -2 എന്ന് പറയുന്നത് 0 ആയിട്ട് കിട്ടുന്നുണ്ട്. ലാംഡ ഈക്വൽ ടു -2 കൊടുക്കുമ്പോൾ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആയിട്ട് വരുന്നുണ്ട്. സോ ലാംഡ ഈക്വൽ ടു -2 അതിൻ്റെ സൊല്യൂഷനാണ്. അപ്പോൾ ലാംഡ ഈക്വൽ ടു -2 കൊണ്ട് ഈ -2 എന്നുള്ള വാല്യൂ കൊണ്ട് ഞാൻ ഈ ഇക്വേഷനെ ഡിവൈഡ് ചെയ്യുവാണ്. അത് സിന്തറ്റിക് ഡിവിഷൻ ഉപയോഗിച്ച് ചെയ്യുവാണ്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ചെയ്യേണ്ടത്? അതിൻ്റെ ഓരോ ടേംസിനെ നമ്മൾ ഓരോ ലാംഡ ക്യൂബിൻ്റെ, ലാംഡ സ്ക്വയറിൻ്റെ, ലാംഡയുടെ കോൺസ്റ്റൻറ്റ് ടൈമിൻ്റെ അതിൻ്റെയൊക്കെ കോയിഫിഷ്യൻസിനെ എടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ലാംഡ ക്യൂബിൻ്റെ കോയിഫിഷ്യൻ്റ് 1 ആണ്. ദെൻ 1 - 7 ലാംഡ സ്ക്വയറിൻ്റെ എഴുതണം. അടുത്ത ലാംഡയുടെ എഴുതണം. ലാംഡയുടെ എഴുതുമ്പോൾ ഇവിടെ വാല്യൂ ഇല്ല, അപ്പോൾ ഞാൻ 0 കൊടുക്കണം. അടുത്തത് എനിക്ക് കോൺസ്റ്റൻറ്റ് ടൈം എഴുതണം. സിന്തറ്റിക് ഡിവിഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതുകൊണ്ട് ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ലാംഡ ഈക്വൽ ടു -2 ആണ്. ഞാൻ -2 കൊണ്ട് എനിക്ക് ഇവിടെ ഡിവൈഡ് ചെയ്യാം. -2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഞാൻ ഈ 1നെ ആദ്യം താഴത്തേക്ക് ഇറക്കി എഴുതണം. ഓക്കെ, 1നെ താഴത്തേക്ക് ഇറക്കി എഴുതി. 1 ഇൻറ്റു -2 അതിവിടെ -2 ചെയ്യുക. എന്നിട്ട് ഇവിടെ വരുന്ന ടേംസ് തമ്മിൽ ആഡ് ചെയ്ത് വേണം എഴുതാൻ. -7 പ്ലസ് -2 രണ്ടും കൂടെ മൈനസ് വാല്യൂസ് ആണതുകൊണ്ട് -9 എന്ന് കിട്ടും. ഇനി വരുന്നത് -9 ഇൻറ്റു -2 ആണ്. -9 ഇൻറ്റു -2 എന്നത് +18 വരും. അതിവിടെ എഴുതുക. 18 എഴുതി കഴിഞ്ഞിട്ട് ഇത് +18 അല്ലേ, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ 0 + 18 എന്ന് പറയുന്നത് 18 ആണ്. ഓക്കെ, നൗ 18 ഇൻറ്റു -2 എന്ന് പറഞ്ഞാൽ -36 ആണ്. അതിവിടെ -36. ഇനി എന്ത് ചെയ്യണം? ഇവിടെ അഡീഷനാണ് വരുന്നത്. -36 + 36 അത് 0 വരും. അപ്പോൾ ഇവിടെ റിമൈൻഡർ 0 വരുന്നത്. ലാസ്റ്റ് 0 വരുമ്പോഴാണ്, ഇതൊരു ഫാക്ടർ ആയതുകൊണ്ടാണ് ഇവിടെ 0 വന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനുള്ള ക്ലൂ ആണ് ഇവിടെ കിട്ടിയേക്കുന്നത്. അതായത് ഇതിൽ നിന്നും ഇക്വേഷനെ ഫോം ചെയ്തെടുക്കുക. -2 എന്നത് ഫാക്ടറാണ്. അപ്പോൾ അടുത്ത ലാംഡ സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് ഇവിടെ കിടക്കുന്നത്. ലാംഡ സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻ്റ്, ലാംഡയുടെ കോയിഫിഷ്യൻ്റ്, കോൺസ്റ്റൻറ്റ് ടൈം, ആ രീതിയിലാണ് ഇവിടെ നമുക്ക് വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ലാംഡ സ്ക്വയർ ഇതിൽ നിന്ന് നമ്മൾ ഇക്വേഷൻ ഫോം ചെയ്യുകയാണ്. ലാംഡ സ്ക്വയർ -9 ലാംഡ
ഓക്കെ, ദെൻ പ്ലസ് 18 ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇതിന് ലാംഡ സ്ക്വയർ മൈനസ് 9 ലാംഡ പ്ലസ് 18 ഈക്വൽ ടു 0. അതായത് അടുത്ത ടേംസിനെ കണ്ടുപിടിക്കാനുള്ള വാല്യൂ ആണ് ഈ കിട്ടിയേക്കുന്നത്. അടുത്ത ഫാക്ടേഴ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണിത്. ഇനി ഇതിനെ ഫാക്ടറൈസ് ചെയ്യുക. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാമല്ലോ. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 18 കിട്ടണം. ഓക്കെ, ആഡ് ചെയ്യുമ്പോൾ -9 കിട്ടണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 18 കിട്ടണം, ആഡ് ചെയ്യുമ്പോൾ -9 കിട്ടണം. അങ്ങനെയുള്ള രണ്ട് വാല്യൂസ് കണ്ടുപിടിക്കുക. 6ഉം 3ഉം -6ഉം -3ഉം എടുത്തു കഴിഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -3 × -6 പ്ലസ് 18 വരും. ആഡ് ചെയ്യുമ്പോൾ -3 പ്ലസ് -6 -9 കിട്ടും. അപ്പോൾ രണ്ട് ഫാക്ടേഴ്സും കൂടെ കിട്ടി. അപ്പോൾ ലാംഡ -6 ഇൻറ്റു ലാംഡ -3 ഈക്വൽ ടു 0. അതല്ലേ ഈക്വേഷനിൽ നിന്ന് കിട്ടുന്നത്. രണ്ട് ഫാക്ടേഴ്സിൻ്റെ ഫോമിൽ ഇതിനെ എഴുതി. അപ്പോൾ ഇതിൽ നിന്ന് എന്താ കിട്ടിയ? ആദ്യം ഓൾറെഡി ഒരു ലാംഡ ഈക്വൽ ടു -2 എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട് ഇവിടെ. -2 ഇട്ടപ്പോഴാണ് ഇവിടെ 0 നമുക്ക് ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആയത്. അതുകൊണ്ട് അതൊരു ഫാക്ടറാണ്, അതൊരു റൂട്ടാണ്. അതുപോലെ തന്നെ ലാംഡ -2 അതായത് ലാംഡ ഈക്വൽ ടു -2 എന്ന് പറയുന്ന ഒരു ഫാക്ടറാണ്, ഒരു റൂട്ടാണ്. ഓക്കെ, ദെൻ ലാംഡ -6 ഇൻറ്റു ലാംഡ -3 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിലേതെങ്കിലും ഒരു ടേം 0 ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടും 0 ആണ്. സോ ലാംഡ -6 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ലാംഡ ഈക്വൽ ടു 6 ആൻഡ് ലാംഡ -1 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ലാംഡ -3 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് ലാംഡ ഈക്വൽ ടു 3. അപ്പോൾ അതിൻ്റെ റൂട്ട്സ് ഏതൊക്കെയാണ് കിട്ടിയത്? ലാംഡ ഈക്വൽ ടു 3 കിട്ടി, ലാംഡ ഈക്വൽ ടു 6 കിട്ടി. ഇവിടെ ഓൾറെഡി ലാംഡ ഈക്വൽ ടു -2 ഉണ്ട്. അതുകൊണ്ട് ഐഗൻ വാല്യൂസ് ഏതൊക്കെയാണ്? ഐഗൻ വാല്യൂസ് ആർ ലാംഡ ഈക്വൽ ടു -2, ദെൻ 3, 6. ഈ -2നെ അത് +2 എന്ന് എഴുതരുത്, കാരണം -2 ഇടുമ്പോഴാണ് നമ്മുടെ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നത്. അതുകൊണ്ടാണ് ലാംഡ ഈക്വൽ ടു -2 എന്ന് എഴുതിയത്. ഓക്കെ, ഇവിടെ ലാംഡ -6 ഈക്വൽ ടു 0 എന്ന് പറയുമ്പോഴാണ്, ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് ലാംഡ ഈക്വൽ ടു +6 എന്ന് കിട്ടുന്നത്. അപ്പോൾ അത് കൺഫ്യൂഷൻ ആവാതെ അത് എഴുതണം. ലാംഡ ഈക്വൽ ടു -2 എന്ന് പറയുമ്പോഴാണ് നമുക്കിവിടെ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആയിട്ട് കിട്ടുന്നത്. അതുകൊണ്ടാണ് ലാംഡ ഈക്വൽ ടു -2 എന്ന് പറയുന്നതിൻ്റെ റൂട്ടായിട്ട് വരുന്നത്. അതിനെ +2 ആക്കി എഴുതാത്തത് അതുകൊണ്ടാണ്. ഇവിടെ ലാംഡ -6 ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഇത് 6 പോവും. അപ്പോൾ ലാംഡ ഈക്വൽ ടു 6 ആവും. അതുപോലെ ലാംഡ -3 ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ലാംഡ ഈക്വൽ ടു +3 ആവും. ഓക്കെ, അങ്ങനെ ഐഗൻ വാല്യൂസ് എന്ന് പറയുന്നത് കിട്ടി -2, 3, 6 കിട്ടി. ഇനി ഈ ഐഗൻ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്റ്റേഴ്സിന് വേണ്ടിയിട്ട് ഐഗൻ വെക്റ്റേഴ്സിന് വേണ്ടിയിട്ട് എങ്ങനെയാണ്? ഡിറ്റർമിനൻ്റ് ഓഫ് മെട്രിക്സ് ഓഫ് A മൈനസ് ലാംഡ I ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ ഐഗൻ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കാനുള്ളതാണ്. ഡിറ്റർമിനൻ്റ് ഓഫ് A മൈനസ് ലാംഡ I ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ എഴുതണം. ഇനി ഡിറ്റർമിനൻ്റ് ഓഫ് A മൈനസ് ലാംഡ I നമ്മൾ ഓൾറെഡി എഴുതിയത് അതേ ഫോം തന്നെയാണ്. ദെൻ ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ അത് കോളം വെക്ടറായിട്ട് വരും. ഇവിടെ x1, x2, x3 എന്ന് പറഞ്ഞാൽ കോളം വെക്ടറായിട്ട് എഴുതണം. ഓക്കെ, അപ്പം A മൈനസ് ലാംഡ I, A എന്ന് പറഞ്ഞാൽ അതാണ് 1, 1, 3, 1, 5, 1, 3, 1, 1 ആയിരുന്നു നമ്മുടെ മെട്രിക്സ് A എന്ന് പറയുന്നത്. അപ്പോൾ A മൈനസ് ലാംഡ I എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മൈനസ് ലാംഡ, ദെൻ 1, 3. അപ്പോൾ അത് നിങ്ങൾ അത് നോക്കി എഴുതുക. ദെൻ 1, 5 മൈനസ് ലാംഡ, ദെൻ 1, 3, 1, 1 മൈനസ് ലാംഡ. ഇതാണ് ഇവിടുത്തെ മെട്രിക്സ് A മൈനസ് ലാംഡ I. ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എഴുതേണ്ടത് x1, x2, x3. ദാറ്റ് ഈസ് ഈക്വൽ ടു ദ മെട്രിക്സ് 0, 0, 0. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഐഗൻ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കാനുള്ള ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഓരോ ലാംഡാക്ക് കറസ്പോണ്ടിങ് ആയിട്ടും നമ്മളിതിൽ ഐഗൻ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം ലാംഡ ഈക്വൽ ടു -2 എടുക്കുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രീതിയിൽ ഇവിടെ ലാംഡ ഈക്വൽ ടു -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് 3 ഇക്വേഷൻസ് ഫോം ചെയ്യുക. അതിൽ നിന്നും ഈ x1, x2, x3യുടെ വാല്യൂസ് കണ്ടുപിടിക്കുക. അപ്പോൾ അതാണ് ഐഗൻ വെക്റ്റേഴ്സ് ആയിട്ട് വരുന്നത്. ഇനി അതുപോലെ തന്നെ ലാംഡ ഈക്വൽ ടു 3 എടുക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കുക. ലാംഡ ഈക്വൽ ടു 6 എടുക്കുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കുക. അപ്പോൾ അതാണ് ഇനി ചെയ്യുന്നത്. അപ്പോൾ ഫോർ ലാംഡ ഈക്വൽ ടു -2 ആദ്യം നമുക്ക് ചെയ്യാം. ലാംഡ ഈക്വൽ ടു -2 എന്ന് നമ്മൾ ചെയ്യാണ്. ആദ്യം എഴുതിയത് 1 മൈനസ് ലാംഡ, 1, 3, ദെൻ 1, 5 മൈനസ് ലാംഡ, 1,
3 1 1 മൈനസ് ലാംഡ. അപ്പോൾ ഈ ലാംഡയുടെ പ്ലേസിൽ -2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ വരും? 1 മൈനസ് ലാംഡ എന്ന് പറഞ്ഞത്, അതായത് 1 മൈനസ് ഓഫ് മൈനസ്, ദാറ്റ് ഈസ് 1 പ്ലസ് 2, ദെൻ 1 3 1 5 മൈനസ് ലാംഡ എന്ന് പറഞ്ഞത്, അതായത് 5 മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. ഈ ലാംഡയുടെ വാല്യൂസ് എല്ലാം ഇവിടെ കൊടുക്കുക, അത്രേ ഉള്ളൂ. ദെൻ 5 പ്ലസ് 2 ആവും, ഇവിടെ 1, ദെൻ 3 1 1 മൈനസ് ലാംഡ, 1 മൈനസ് ലാംഡ, ദെൻ ഇവിടുത്തെ മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ്, മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും, 1 പ്ലസ് 2, ദാറ്റ് ഈസ് ഈക്വൽ ടു x1 x2 x3, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 0 0. ഇനി ഇതിനെ ഒന്ന് വാല്യൂസ് എഴുതാം. ഇതിങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ചെയ്താൽ മതി, ഒന്നുകൂടെ മനസ്സിലാവും. ആദ്യത്തെ പ്രോബ്ലം ആയതുകൊണ്ട് ഇങ്ങനെ ലാംഡയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാണിച്ചു തന്നേ ഉള്ളൂ. 2 + 1 3 1 3 1 7 1 3 1 3 ഇൻറ്റു x1 x2 x3 ഈക്വൽ ടു 0 0 0. ഓക്കെ, നൗ നമ്മൾ ചെയ്യുന്നത് 3 ഇക്വേഷൻസ് ചെയ്യുന്നത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അത് ഫസ്റ്റ് റോയെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, സെക്കൻഡ് റോയെ സെക്കൻഡ് കോളം ഫസ്റ്റ് കോളം കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക, തേർഡ് റോയെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് 3 ഇക്വേഷൻസ് അവിടെ കിട്ടും. 3 ലീനിയർ ഇക്വേഷൻസിൻ്റെ സിസ്റ്റത്തെ നമുക്ക് കിട്ടും, ഹോമോജനസ് ലീനിയർ സിസ്റ്റം നമുക്ക് കിട്ടും. സോ ദാറ്റ് ഈസ് 3x1 പ്ലസ് x2. അതെങ്ങനെ എഴുതുന്നത്? 3 ഇൻറ്റു x1 പ്ലസ് 1 ഇൻറ്റു x2 പ്ലസ് 3 ഇൻറ്റു x3 ഈക്വൽ ടു 0. x2 പ്ലസ് 3x3 ഈക്വൽ ടു 0. നെക്സ്റ്റ് രണ്ടാമത്തെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് എടുക്കുക, 1 ഇൻറ്റു x1 1 ഇൻറ്റു x1, ദെൻ പ്ലസ് 7 ഇൻറ്റു x2 7x2, ദെൻ പ്ലസ് 1 ഇൻറ്റു x3 1 ഇൻറ്റു x3 ഈക്വൽ ടു ഇവിടുത്തെ 0. നൗ തേർഡ് റോ എടുക്കുക, 3 ഇൻറ്റു x1 3x1, ദെൻ പ്ലസ് 1 ഇൻറ്റു x2 1 ഇൻറ്റു x2, ദെൻ പ്ലസ് 3 ഇൻറ്റു x3, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഇവിടെ നോക്കിയാൽ നമുക്ക് 2 ഇക്വേഷൻ സെയിം ആയിട്ട് വരും അല്ലേ? ഈ ഒന്നാമത്തെ മൂന്നാമത്തെ ഇക്വേഷൻസ് സെയിം ആണ്. നമുക്ക് ഇതിൽ ഏതെങ്കിലും 2 ഇക്വേഷൻസ് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് 2 ഇക്വേഷൻസിൽ ഏതെങ്കിലും ഇഷ്ടമുള്ള ഏതെങ്കിലും 2 ഇക്വേഷൻസ് സെലക്ട് ചെയ്യാൻ നമ്മളിവിടെ ഫസ്റ്റ് 2 ഇക്വേഷൻസ് സെലക്ട് ചെയ്യണം. മറ്റേ ഇത് തന്നെയല്ലേ ഇവിടെ റിപ്പീറ്റ് ചെയ്തതെന്ന്. അപ്പോൾ ഫസ്റ്റ് 2 ഇക്വേഷൻസ് സെലക്ട് ചെയ്യാം. ഫസ്റ്റ് 2 ഇക്വേഷൻസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ എന്നിട്ട് ഈ x1 x2 വാല്യൂസ് കണ്ടുപിടിക്കാനാണ് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ 2 ഇക്വേഷൻസ് സെലക്ട് ചെയ്യാം. അതിൽ x1 ഡിവൈഡഡ് ബൈ, അപ്പോൾ ആ ഇക്വേഷൻസ് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻസ് ആണ് ഇനി നോക്കേണ്ടത്. x1ൻ്റെ വാല്യൂസിനെ അവോയ്ഡ് ചെയ്തിട്ട് വരുന്ന വാല്യൂസ് നോക്കുക. x2ൻ്റെ x3, ഇവിടെ x2 x3 അതിൻ്റെ വാല്യൂസ് നോക്കാം. അതിൻ്റെ മൈനറാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പോൾ x2ൻ്റെ കോഎഫിഷ്യൻസ് ആണ് ഇവിടെ എഴുതേണ്ടത്. ഇവിടെ x2ൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? 1 ആണ്. x3യുടെ കോഎഫിഷ്യൻ്റ് ഇവിടെ 3 ആണ്, 1 3. ദെൻ x2ൻ്റെ കോഎഫിഷ്യൻ്റ് ദെൻ 7, x3യുടെ കോഎഫിഷ്യൻ്റ് 1. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു, നെക്സ്റ്റ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് -x2 കൊടുക്കുക. -x2 കൊടുക്കുക. -x2 കൊടുത്തില്ല +x2 ആണ് കൊടുക്കണമെങ്കിൽ ഇവിടെ ഓർഡർ വ്യത്യാസം വരും. അതുകൊണ്ടാണ് പറഞ്ഞത് -x2 കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓർഡർ എഴുതേണ്ടത് ഇവിടെ 3 3 1 1 എന്നുള്ള രീതിയിലാണ്. 3 3, അതായത് x2ൻ്റെ ഈ കോളം അവോയ്ഡ് ചെയ്യുക, ഇത് മറച്ചു പിടിക്കുക. ബാക്കി x1ൻ്റെയും x3യുടെയും എഴുതുക. അപ്പോൾ x1ൻ്റെ കോഎഫിഷ്യൻ്റ് 3, x3യുടെ കോഎഫിഷ്യൻ്റ് 3, പിന്നെ x1ൻ്റെ കോഎഫിഷ്യൻ്റ് 1, ഈ x3യുടെ കോഎഫിഷ്യൻ്റ് 1. അങ്ങനെയാണ് എഴുതേണ്ടത്. 3 3 1 1. അടുത്ത ടേം പോസിറ്റീവ് തന്നെയാണ്. x3 ഡിവൈഡഡ് ബൈ, x3യുടെ മറച്ചു പിടിക്കുക. x3നെ മറച്ചു പിടിച്ചാൽ ബാക്കി വരുന്നത് 3 1 1 7 3 1 1 7 3 1 1 7. ഓക്കെ, അപ്പോൾ x1 ഡിവൈഡഡ് ബൈ ഇത് കിട്ടി, ഈ മൈനർ കിട്ടി. -x2 ഡിവൈഡഡ് ബൈ ഈ മൈനർ കിട്ടി. ഇവിടെ മൈനസ് ഇട്ടില്ലെങ്കിൽ ഇവിടുത്തെ ഓർഡർ വ്യത്യാസം വരും, അതുകൊണ്ടാണ് മൈനസ് കൊടുക്കുന്നത്. അപ്പോൾ ചില ടെക്സ്റ്റിലൊക്കെ നോക്കിയാൽ ചിലപ്പോൾ ഇവിടെ +x2 ആയിരിക്കും, പക്ഷേ അന്നേരം ഇവിടെ എടുത്തേക്കുന്ന മൈനറിൻ്റെ ഓർഡർ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ -x2 കൊടുക്കുകയാണെങ്കിൽ നമ്മൾ 3 3 1 1 എന്നുള്ള ഓർഡറിൽ തന്നെ എടുക്കാം. ദെൻ ഇതൊന്ന് സോൾവ് ചെയ്യാം. നമുക്ക് ഇത് സോൾവ് ചെയ്താൽ x1 ഡിവൈഡഡ് ബൈ, ഇത് സോൾവ് ചെയ്യാൻ അറിയാമല്ലോ, 1 3 7 1 എന്നുള്ളതിനെ
ഈ 1 ഇൻറ്റു 1 1 7 ഇൻറ്റു 3 21 അപ്പോൾ 1 മൈനസ് 21 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് x2 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 1 3 ഇൻറ്റു 1 മൈനസ് 3 മൈനസ് 3 ദാറ്റ് ഈസ് ഈക്വൽ ടു x3 ഡിവൈഡഡ് ബൈ അടുത്ത മൈനർ എങ്ങനെയാണ് 3 1 1 7 ആണ്. അപ്പോൾ 3 ഇൻറ്റു 7 മൈനസ് 1 ഇൻറ്റു 1 ദാറ്റ് ഈസ് 21 മൈനസ് 1. ഓക്കെ, ഇങ്ങനെയാണ് വരുന്നത്. ദാറ്റ് ഈസ് x1 ഡിവൈഡഡ് ബൈ മൈനസ് 20 ഈക്വൽ ടു മൈനസ് x2 ഡിവൈഡഡ് ബൈ 0 ഈക്വൽ ടു x3 ഡിവൈഡഡ് ബൈ 20. ഇനി ചെയ്യേണ്ടത് കോമൺ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിനെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതുക. അതായത് ഇവിടെ 20 രണ്ടെണ്ണത്തിലും കോമൺ ആണ്, ഇവിടെ 0 ആണ്. അപ്പോൾ കോമൺ ആയിട്ട് നമുക്ക് 20 കട്ട് ചെയ്ത് കളയാം. അപ്പോൾ x1 ഡിവൈഡഡ് ബൈ 20 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൈനസ് 1 വരും അല്ലേ. മൈനസ് 1 ഈക്വൽ ടു മൈനസ് x2 ഡിവൈഡഡ് ബൈ 0 ഈക്വൽ ടു x3 ഡിവൈഡഡ് ബൈ ഇതിൽ നിന്നൊരു 20 പോയാൽ ദാറ്റ് ഈസ് 1. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഐഗൺ വെക്ടർ, അതായത് ലാംഡ ഈക്വൽ ടു -2 എന്ന് പറയുന്ന ഐഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ ആണ് എഴുതാൻ പോകുന്നത്. സോ ദ ഐഗൺ വെക്ടർ കറസ്പോണ്ടിങ് ടു ഐഗൺ വാല്യൂ ലാംഡ ഈക്വൽ ടു -2. ലാംഡ ഈക്വൽ ടു -2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ ആണ് x1 ഈക്വൽ ടു ഓരോന്ന് എഴുതുക. x1ൻ്റെ വാല്യൂ ഇവിടെ എന്താ, അതായത് x1ൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ എക്സിൻ്റെ ഡിനോമിനേറ്ററായിട്ട് വരുന്ന ആ വാല്യൂസിനെയാണ് നമ്മളിവിടെ ഓരോന്നായിട്ട് എഴുതുന്നത്. അത് കോളം വെക്ടറായിട്ട് വേണം എഴുതാൻ. x1ൻ്റേത് ഡിനോമിനേറ്ററായിട്ട് കിടക്കുന്ന -1, അപ്പോൾ ആദ്യം -1. ഇനി കോളം വെക്ടറായിട്ടാണ് എഴുതേണ്ടത്. x2ൻ്റേത് ഇവിടെ -x2 ഡിവൈഡ് ബൈ 0 എന്നാണ്. ഇവിടെ 0 ആയതുകൊണ്ട് പ്രശ്നമില്ല, പോസിറ്റീവും നെഗറ്റീവും പ്രശ്നമില്ല. അപ്പം കോൺസ്റ്റൻറ്റ് വേറെ ഏതെങ്കിലും കോൺസ്റ്റൻ്റ് ആണെങ്കിൽ മൈനസ് വാല്യൂ കൂടെ ചേർത്ത് എഴുതണം. അപ്പോൾ ഇവിടെ -1 0, x3യുടെ ഡിനോമിനേറ്ററിൽ 1 ആണ്. അപ്പോൾ ഈ -1 0 1 എന്ന് പറയുന്നതാണ് ലാംഡ ഈക്വൽ ടു -2 എന്ന് പറയുന്ന ഐഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്റ്റർ. അതുപോലെ തന്നെ ലാംഡ ഈക്വൽ ടു +3ക്ക് ലാംഡ ഈക്വൽ ടു +6ന് അതിന് രണ്ടും കൂടെ കണ്ടുപിടിക്കണം. അടുത്ത ലാംഡ ഈക്വൽ ടു +3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ കണ്ടുപിടിക്കണം. അപ്പോൾ ലാംഡ ഈക്വൽ ടു 3 നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ആ മെട്രിക്സിനെ എടുത്തെഴുതുക. 1 മൈനസ് ലാംഡ 1 3 1 5 മൈനസ് ലാംഡ 1 3 1 1 മൈനസ് ലാംഡ ഇൻറ്റു എക്സിൻ്റെ പ്ലേസിൽ x1 x2 x3 ഈക്വൽ ടു 0 0 0. അപ്പോൾ ലാംഡയുടെ പ്ലേസിൽ 3 എന്ന് മാറ്റി കൊടുക്കുക. അപ്പോൾ മെട്രിക്സിനെ മാറ്റി എഴുതുക. ലാംഡ ഈക്വൽ ടു +3 വരുമ്പോൾ 1 മൈനസ് 3 1 3 1 5 മൈനസ് 3 1 3 1 1 മൈനസ് 3 ഇൻറ്റു x1 x2 x3 ഈക്വൽ ടു 0 0 0. ഓക്കെ, ഇതാണ് വരിക. ഇനി സോൾവ് ചെയ്താൽ 1 മൈനസ് 2 ദാറ്റ് ഈസ് -2 -2 1 3 1 5 മൈനസ് 3 എന്നത് 2 2 1 3 1 -2 ദാറ്റ് ഇൻറ്റു x1 x2 x3 ഈക്വൽ ടു 0 0 0. ഓക്കെ, -2 1 3 1 2 1 3 1 -2. ഇനി ഇതിനെ 3 ഇക്വേഷൻസ് ഫോം ചെയ്യാം. ആദ്യത്തെ പോലെ തന്നെ 3 ഇക്വേഷൻസ് ഫോം ചെയ്താൽ -2 ഇൻറ്റു x1 പ്ലസ് 1 ഇൻറ്റു x2 പ്ലസ് 3 ഇൻറ്റു x3. ഫസ്റ്റ് ഇക്വേഷൻ -2x1 പ്ലസ് x2 പ്ലസ് 3x3 ഈക്വൽ ടു 0. നെക്സ്റ്റ് 1 ഇൻറ്റു x1 പ്ലസ് 2 ഇൻറ്റു x2 പ്ലസ് 1 ഇൻറ്റു x3 ഈക്വൽ ടു 0. ദറ്റ് ഈസ് x1 പ്ലസ് 2x2 പ്ലസ് x3 ഈക്വൽ ടു 0. നെക്സ്റ്റ് തേർഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 3x1 then പ്ലസ് 1 ഇൻറ്റു x2 then -2 ഇൻറ്റു x3. അപ്പോൾ 3x1 പ്ലസ് x2 മൈനസ് 2x3 ഈക്വൽ ടു 0. 3 ഇക്വേഷൻസ് കിട്ടി. ഇതിൽ 3 എണ്ണത്തിൽ ഏതെങ്കിലും 2 ഇക്വേഷൻസ് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഫസ്റ്റ് 2 ഇക്വേഷനാണ് സെലക്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് x1 ബൈ ആദ്യം എഴുതിയ പോലെ തന്നെ x1 ബൈ x2 ബൈ എന്നുള്ള ആ മൈനസിനെ എടുത്തിട്ടുള്ള രീതിയിൽ ചെയ്യാം. അതായത് x1 ഡിവൈഡഡ് ബൈ x1 ഉൾപ്പെടുന്ന ആ കോളം അവോയ്ഡ് ചെയ്യുക. എന്നിട്ട് ഇവിടെ x2ൻ്റെ x3യുടെയും മൈനസിനെ എഴുതേണ്ടത്. ബാക്കി 2 ഇക്വേഷൻസ് എന്ന് പറഞ്ഞാൽ മൈനസിലാണ് എഴുതേണ്ടത്. സോ x1ൻ്റെ ഇത് മറച്ചു പിടിച്ചിട്ട് x2ൻ്റെ കോയിഫിഷ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക. x2ൻ്റെ കോയിഫിഷ്യൻ്റ് ഇവിടെ 2 ആണ്, സോറി 1 ആണ്. x3യുടേത് 3 ആണ്. ഇവിടെ 2 ഇവിടെ 1. അപ്പോൾ ഡിറ്റർമിനൻ്റ് എങ്ങനെ വരും? 1 3
x2 1 then minus x2 into okay minus x2 into x2 എടുക്കുമ്പോൾ ആദ്യം ഇവിടെ -2 വേണം ലെഫ്റ്റിലുള്ള വാല്യൂ വേണം എഴുതാൻ അപ്പോൾ -2 3 1 1 ഓക്കെ ചില ടെക്സ്റ്റിൽ നമ്മൾ ഇവിടെ ആദ്യം എഴുതിയേക്കണം 3 ആയിരിക്കും 3 -2 എന്നുള്ള ഫോമിലായിരിക്കും അവർ എഴുതിയേക്കണേ അപ്പോൾ ഇവിടെ മൈനസ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ മൈനസ് ഇട്ടാൽ നമ്മൾ എടുക്കേണ്ട ഓർഡർ ഈ x1ൻ്റെ ആദ്യം എഴുതണം ഓക്കെ -2 1 എന്നുള്ളത് ആദ്യം എഴുതണം ദെൻ x3യുടെ 3 1 എന്നുള്ളത് രണ്ടാമത് എഴുതണം അപ്പോൾ അത് ചില ടെക്സ്റ്റിൽ അങ്ങനെയായിരിക്കും കിടക്കുക അപ്പോൾ മൈനസ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഓർഡറിൽ തന്നെ എഴുതുക -2 3 1 1 എഴുതുക ഇനി മൈനസ് ഇല്ല എങ്കിൽ ഈ 3 1 എന്നുള്ളതായിരിക്കണം ആദ്യം എഴുതേണ്ടത് അതൊന്ന് ശ്രദ്ധിക്കണം ദെൻ x3 ഡിവൈഡഡ് ബൈ x3യുടെ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ -2 1 ഓക്കെ -2 1 ദെൻ 1 2 ഇതാണ് ഇവിടുത്തെ മൈനസ് വരുന്നത് -2 3 1 1 ഇത് -2 1 1 2 ഓക്കെ നൗ ഇതൊന്ന് സോൾവ് ചെയ്യാം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ സോൾവ് ചെയ്താൽ x1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 6 ഓക്കെ ദാറ്റ് ഈസ് ഈക്വൽ ടു -x2 ഡിവൈഡഡ് ബൈ -2 മൈനസ് 3 ഈക്വൽ ടു x3 ഡിവൈഡഡ് ബൈ -4 മൈനസ് 1 ഓക്കെ ദാറ്റ് ഈസ് ഈക്വൽ ടു x1 ഡിവൈഡഡ് ബൈ -5 ഈക്വൽ ടു -x2 ഡിവൈഡഡ് ബൈ -5 ദെൻ x3 ഡിവൈഡഡ് ബൈ -5 ഓക്കെ ഇനി കോമൺ ഫാക്ടർ ഞാൻ പറഞ്ഞു എല്ലാത്തിലും 5 കോമൺ ആണ് അല്ലേ ആ 5നെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കളയാം അതായത് സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റുക അതായത് x1 ഡിവൈഡഡ് ബൈ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ത്രൂ ഔട്ട് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ x1 ഡിവൈഡ് ബൈ -1 ഈക്വൽ ടു x2 ഡിവൈഡഡ് ബൈ ഇവിടെ ഒരു ഓക്കെ ഇവിടെ ഒരു മൈനസ് ഉണ്ട് 2 മൈനസ് ഉണ്ടല്ലോ മൈനസ് ഓഫ് മൈനസ് എന്നുള്ള പ്ലസ് ആയിക്കോളും അപ്പോൾ x2 ഡിവൈഡ് ബൈ 1 എന്നേ വരുള്ളൂ ദാറ്റ് ഈസ് ഈക്വൽ ടു x3 ഡിവൈഡഡ് ബൈ -1 ഓക്കെ അപ്പോൾ ഇവിടുത്തെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടേഴ്സ് നമുക്ക് എഴുതാമല്ലോ ഐഗൺ വെക്ടേഴ്സ് എങ്ങനെ വരും ഐഗൺ വെക്ടർ കറസ്പോണ്ടിങ് ടു ഐഗൺ വാല്യൂ ലാംഡ ഈക്വൽ ടു 3 ഈസ് x2 ഈക്വൽ ടു x2 എന്ന് പറയുന്നത് എന്താണ് വരിക ഈ x1ൻ്റെ ഡിനോമിനേറ്ററായിട്ട് വന്ന് എഴുതിയേക്കുന്ന വാല്യൂസ് എഴുതുക -1 ദെൻ 1 -1 അതിനെ കോളം വെക്ടറായിട്ട് എഴുതുമ്പോൾ കിട്ടുന്ന ഈ വെക്ടറാണ് ഇവിടുത്തെ ഐഗൺ വെക്ടർ കറസ്പോണ്ടിങ് ടു ലാംഡ ഈക്വൽ ടു +3 ലാംഡ ഈക്വൽ ടു 3 എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടർ ഇതാണ് ഓക്കെ ഇതുപോലെ തന്നെ ലാംഡ ഈക്വൽ ടു 6ന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ ലാംഡ ഈക്വൽ ടു 6 ഫോർ ലാംഡ ഈക്വൽ ടു 6 അതിന് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ മെട്രിക്സ് എഴുതുക മെട്രിക്സ് എഴുതുമ്പോൾ ഇവിടെ 1 മൈനസ് ഞാൻ ഈ മെട്രിക്സ് ഒന്നുകൂടെ എഴുതുന്നില്ല സോ 1 മൈനസ് ലാംഡ 1 3 1 5 മൈനസ് ലാംഡ 1 3 1 1 മൈനസ് ലാംഡ ഇൻറ്റു x1 x2 x3 ഈക്വൽ ടു 0 0 ഇതേ സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെ ഇനി ഈ ലാംഡയുടെ പ്ലേസിൽ എന്ത് കൊടുക്കണം ഈ 6 കൊടുക്കണം ഇവിടെ 3 കൊടുത്ത പ്ലേസിൽ ഇവിടെ 6 കൊടുക്കണം സോ 1 മൈനസ് 6 1 3 1 5 മൈനസ് 6 1 3 1 1 minus 6 into x1 x2 x3 that is equal to 0 0 0 ഇനി സോൾവ് ചെയ്താൽ -5 1 3 1 minus 1 1 3 1 minus 5 into x1 x2 x3 equal to 0 0 0 ഈ ഫോമിൽ കിട്ടും ഓക്കെ ഇനി ഇതിന് 3 ഇക്വേഷൻസ് ഫോം ചെയ്യിക്കുക ആദ്യം പറഞ്ഞ പോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ -5x1 + x2 + 3x3 ഈക്വൽ ടു 0 ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ ഈസ് x1 - x2 + x3 ഈക്വൽ ടു 0 തേർഡ് ഇക്വേഷൻ 3x1 + x2 - 5x3 ഈക്വൽ ടു 0 ഇനി ഇതിനെ ഓരോന്നിനെയും ഏതെങ്കിലും 2 ഇക്വേഷൻ സെലക്ട് ചെയ്യുക എന്നിട്ട് x1/x2/x3 എന്നുള്ള ഫോമിൽ മുമ്പ് ചെയ്ത പോലെ ബൈ 1 3 ഓക്കെ 1 3 -1 1 ഏത് ഓർഡർ വേണേൽ എടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പം x1 / 1 3 -1 1 എഴുതി ദെൻ x2 / x2ൻ്റെ കോളം മാറ്റുക ദെൻ -x2 അല്ലേ -x2 x1ൻ്റെ കോഫിഷ്യൻ്റ് -5 ദെൻ x3യുടെ കോഫിഷ്യൻ്റ് 3 ദെൻ x1ൻ്റെ കോഫിഷ്യൻ്റ് ഇവിടെ 1
then x3 കോഫിഷ്യൻറ്റ് 1. ഓക്കെ, then x3 ഡിവൈഡഡ് ബൈ x3 കോളം മറിച്ച് പിടിച്ച് നോക്കുക, -5 then 1 then 1 -2. അപ്പോൾ ഈ മൈനസിൻ്റെ വാല്യൂസും കൂടെ കണ്ടുപിടിക്കുക. ഓക്കെ, ഇവിടെ -5 1 1 -1 ആണ് അല്ലേ. അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ x1 ഡിവൈഡഡ് ബൈ 1 + 3 ഈക്വൽ ടു -x2 ഡിവൈഡഡ് ബൈ -5 -3 ഈക്വൽ ടു x3 ഡിവൈഡഡ് ബൈ 5 -1. Okay, that implies x1 divided by 4 equal to -x2 divided by -8 അല്ലേ, x3 divided by 4. അപ്പോൾ ഇതിൽ കോമൺ ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. കോമൺ ഫാക്ടേഴ്സ് ഉണ്ടല്ലേ, 4 കോമൺ ഫാക്ടറാണ്. എല്ലാത്തിനും കോമൺ ഫാക്ടർ കട്ട് ചെയ്ത് കളഞ്ഞാൽ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റുമ്പോൾ x1 ഡിവൈഡഡ് ബൈ 1 അല്ലേ, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ മൊത്തം. ഇനി -1 പോയി പ്ലസ് ആവോടെ x2 ഡിവൈഡഡ് ബൈ 2 വരും ഈക്വൽ ടു x3 ഡിവൈഡഡ് ബൈ 1. അപ്പോൾ 1 to 1 ആണ് ഇവിടുത്തെ ഐഗൺ വെക്ടറായിട്ട് വരുന്നത്. അപ്പോൾ ഐഗൺ വെക്ടർ കറസ്പോണ്ടിങ് ടു ഐഗൺ വാല്യൂ ലാംഡ ഈക്വൽ ടു 6 ഈസ് x3. മൂന്നാമത്തെ ഐഗൺ വെക്ടറാണ് x3 ഈക്വൽ ടു ഏതൊക്കെയാണ്, x1ൻ്റെ ഡിനോമിനേറ്ററിൽ വരുന്ന 1, x2ൻ്റെ ഡിനോമിനേറ്ററിൽ വരുന്ന 2, x3യുടെ ഡിനോമിനേറ്ററിൽ വരുന്ന 1. അതിനെ കോളം വെക്ടറായിട്ട് എഴുതണം. അപ്പോൾ മൂന്നാമത്തെ ഐഗൺ വെക്ടർ കിട്ടി. സോ ദ ഐഗൺ വെക്ടേഴ്സ് ആർ എന്ന് പറഞ്ഞ് x1 x2 x3 അതും കൂടെ എടുത്ത് എഴുതിയേക്കാം. സോ therefore the ഐഗൺ വെക്ടേഴ്സ് ആർ അതെ x1 എന്താണ്, x1 എന്ന് പറയുന്നത് -1 0 1 ആയിരുന്നു അല്ലേ. ദെൻ x2 എന്ന് പറയുന്നത് എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ, x2 എന്ന് പറഞ്ഞാൽ -1 1 1 ആയിരുന്നു, -1 1 ആയിരുന്നു. ദെൻ x3 എന്ന് പറയുന്നത് ഇപ്പോൾ കിട്ടിയത് ദെൻ 1 2 1 ആണ്, 1 2 1. അപ്പോൾ ഇത് ആണ് എൻ്റെ ആൻസർ. അപ്പോൾ ലാംഡ ഈക്വൽ ടു 3 വാല്യൂസ്, ആ ലാംഡ 3 വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടേഴ്സ് നമുക്ക് കിട്ടി. അപ്പോൾ ഇത് 7 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഈ ലാംഡ റിപ്പീറ്റ് ചെയ്യണ കേസുണ്ട്, ലാംഡ സെയിം വരുന്ന കേസുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ ചെയ്തത് ലാംഡ ഡിഫറൻറ്റ് വരുന്ന കേസാണ്. നമുക്ക് കിട്ടിയ ലാംഡാസ് ഏതൊക്കെയായിരുന്നു, ലാംഡ ഡിഫറൻറ്റ് വാല്യൂസ് വരുന്നത് ലാംഡ ഈക്വൽ ടു -2 3 6 എന്നായിരുന്നു നമ്മുടെ ഐഗൺ വാല്യൂസ്. അപ്പോൾ ലാംഡ ഡിഫറൻറ്റ് വാല്യൂസ് വരുന്ന കേസായിരുന്നു ഇത്. അപ്പോൾ ഇതിൻ്റെ ലാംഡ റിപ്പീറ്റ് ചെയ്യണ കേസുണ്ട്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ